അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുമോ? ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുന്നു എന്ന സൂചന ഇപ്പോൾ പുറത്തു വരികയാണ്. US പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് യുദ്ധം മൂലം വഷളായ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെ നേതൃത്വവും ഇതിനായി മുൻകൈ എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ട്രംപ് ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഇന്ത്യയിലെ പുതിയ US അംബാസഡർ സെർജിയോ ഗോർ വെള്ളിയാഴ്ച പറഞ്ഞു. ക്വാഡ് യോഗത്തിൽ പങ്കെടുക്കാൻ ട്രംപ് ഇന്ത്യയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു വമ്പൻ വാർത്തയാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് ഇങ്ങോട്ടേക്ക് വരികയാണ് നരേന്ദ്രമോദിയെ കാണാൻ. സാധാരണ നമ്മുടെ രാജ്യത്ത് അമേരിക്ക എന്തെങ്കിലും ഒരു ഉപരോധമോ മറ്റു കാര്യങ്ങളോ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രധാനമന്ത്രിമാർ അങ്ങോട്ടേക്ക് പോയി അമേരിക്കയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ കാലം മാറി, കഥ മാറി. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ ഡൊണാൾഡ് ട്രംപ് സാക്ഷാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സെർജിയോ ഗോർ ഇപ്പോൾ ഇന്ത്യയെ പറ്റി വിശേഷിപ്പിച്ചത് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അമേരിക്കയുടെ അടുത്ത സുഹൃത്താണ് എന്നാണ്. ക്വാഡ് മീറ്റിങ്ങിനെ കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒരു പ്രത്യേക തീയതി നൽകാതെ തന്നെ ട്രംപ്, അതായത് പ്രസിഡന്റ്, ക്വാഡിൻ്റെ തുടർച്ചയ്ക്കും ശക്തിപ്പെടുത്തലിനും പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് ഗോർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ക്വാഡിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവ ഈ വർഷം ഇന്ത്യയിൽ ഒരു ഉച്ചകോടി നടത്തുന്നത് പരിഗണിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 2024 ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കേണ്ടതായിരുന്നു. എന്നാൽ മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ വിദേശയാത്ര നടത്താൻ കഴിയാത്തതിനാലും തിരഞ്ഞെടുപ്പ് പരിപാടികളുടെ തിരക്കിലായതിനാലും ക്വാഡ് ഉച്ചകോടി US തന്നെ നടന്നു. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പ്രസിഡന്റ് ബൈഡൻ നടത്തിയ യോഗത്തിൽ നിന്ന് ഈ വർഷത്തെ യോഗം വ്യത്യസ്തമായിരിക്കും. കാരണം US ജപ്പാനിലും പുതിയ നേതാക്കളാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയെ ചൈനയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇതെന്നാണ് ഇപ്പോൾ വിശകലന വിദഗ്ധർ പറയുന്നത്. അതായത് ബ്രിക്സ് ശക്തിപ്പെട്ടപ്പോൾ ഇപ്പോൾ ക്വാഡിനെ ഒന്ന് പൊടി തട്ടിയെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. നമുക്കറിയാം, ക്വാഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ടീമാണ്. ഈ ക്വാഡിലേക്ക് ഇന്ത്യ കയറി വന്നപ്പോൾ ഇന്ത്യ ഒരു പുതിയ മുഖം, അല്ലെങ്കിൽ ഒരു പുതുപ്പെണ്ണിനെ പോലെയാണ് ഇന്ത്യ ക്വാഡിലേക്ക് കയറി വന്നത്. ഇന്ത്യ അതിനകത്തുള്ളത് കൊണ്ട് തന്നെയും അമേരിക്കയ്ക്ക് ക്വാഡിനെക്കാട്ടിലും മികച്ച സഖ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയും ക്വാഡിനെ ഒരു ചത്ത പാമ്പ്, അല്ലെങ്കിൽ ഒരു നടുവൊടിഞ്ഞ പെരുമ്പാമ്പിനെ പോലെയാണ് അമേരിക്ക അവിടെ ഇട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ബ്രിക്സ് ശക്തിപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞപ്പോൾ ക്വാഡിൻ്റെ ആ ഒരു യോഗം ഇന്ത്യയിൽ വെച്ച് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇത് വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ചൈനയെ എങ്ങനെയും ഏതു വിധേനയും ഇന്ത്യയിൽ നിന്ന് അകറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ കടമ്പയായി മാറിയിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയെ ശത്രുസ്ഥാനത്ത് നിർത്തിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ട്രംപിന് ഈ ജന്മത്ത് മോദിയെക്കാട്ടിലും മികച്ചൊരു ശത്രുവിനെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത്. ഇപ്പോഴിതാ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുന്നതിനെക്കാട്ടിലും വലിയ പ്രിഫറൻസ് നരേന്ദ്രമോദി കൊടുക്കുന്നത് ചൈനയും ഇന്ത്യയും തമ്മിൽ അകറ്റാനാണ്. ചൈനയും ഇന്ത്യയും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക വട്ടപൂജ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. വലിയ സാമ്പത്തിക ശക്തിയാകും, വലിയ ആയുധ ശക്തിയാകും, വലിയ രീതിയിലുള്ള ലോകരാജ്യങ്ങളുടെ പിന്തുണ അവർക്ക് ലഭിക്കും. കാരണം ഒന്ന് വലിയ മാർക്കറ്റ് ഫോഴ്സാണ്, ഒന്ന് പ്രൊഡക്ഷൻ ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക മുച്ചൂട് മുടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്തായാലും ഈ വർഷം ജപ്പാൻ സന്ദർശിച്ച് പ്രധാനമന്ത്രിയെ കണ്ടുവന്ന് സെർജിയോ ഗോർ പറഞ്ഞിട്ടുണ്ട്. സെർജിയോ ഗോർ വേറൊരു കാര്യം പറയുന്നത്, ജപ്പാനും ക്വാഡിൻ്റെ ഭാഗമാണ്. ഈ ബന്ധത്തിൻ്റെ പ്രാധാന്യവും ഊന്നി പറയുന്നുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇരു രാജ്യങ്ങളുടെയും 500 സൈനികർക്കിടയിൽ അടുത്തിടെ അലാസ്കയിൽ ഒരു സംയുക്ത സൈനികാഭ്യാസം നടത്തിയതായിട്ടും ഗോർ പറയുന്നു. താരിഫുകളിൽ ചില വ്യത്യാസങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ US ബന്ധം വളരെ ആഴമേറിയതും ദീർഘകാല വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. ഇന്ത്യ ചൈനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന തരത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ US ആഗ്രഹിക്കുന്നു എന്നും ഗോർ ഇപ്പോൾ പറയുന്നുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്നാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എക്സൈറ്റഡ് ആവാനായിട്ട് യാതൊരു കാര്യമില്ല. നാളെ ഇത് വീണ്ടും മാറ്റി പറഞ്ഞേക്കാം. എന്തായാലും പല പല കരാറുകളും പല പല തിട്ടൂരങ്ങളും ഒക്കെ ആയിട്ടാണ് അമേരിക്ക വരുന്നത്. അതൊന്നും ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. അംഗീകരിക്കാത്തപ്പോൾ ഇന്ത്യ തള്ളിപ്പറയും, എന്നാൽ അംഗീകരിക്കാൻ വേണ്ടി ഇന്ത്യയെ പുകഴ്ത്തും. ഇതാണ് അമേരിക്ക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.